നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊച്ചി തീരത്തിന് സമീപം അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തടിഞ്ഞു. കൂടുതൽ കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിയുകയാണ്. നിലവിൽ കൊല്ലത്തെയും ആലപ്പുഴയിലെയും തീരപ്രദേശത്താണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് ആളുകൾ പോകരുതെന്നും തുടരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 200 മീറ്റർ അകലെ മാത്രം നിൽക്കാൻ പാടുള്ളൂ എന്നാണ് അധികൃതരുടെ നിർദ്ദേശം. കൊല്ലം തീരത്ത് ചെറിയ അഴീക്കലിലും കൊല്ലം ചവറ പരിമണത്തുമായി 3 എണ്ണവും ശക്തികുളങ്ങര മദാമത്തോപ്പിൽ 1 എണ്ണവുമാണ് കരയ്ക്കടിഞ്ഞത്. കണ്ടെയ്നറുകൾ കണ്ടെത്തിയതിന് പിന്നാലെ പ്രദേശത്തു നിന്നും വീട്ടുകാരെ ഒഴിപ്പിച്ചിരുന്നു. തീരമേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണ സംഭവത്തിന് പിന്നാലെ ആലപ്പുഴ തോട്ടപ്പള്ളി കടലിൽ കഴിഞ്ഞ ദിവസം ഓയിലിന്റെ സാന്നിധ്യം കണ്ടതായി സംശയമുയർന്നിരുന്നു. ഇതേ തുടർന്ന് തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നത് 20 മീറ്റർ അകലെ വെച്ച് നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നേതൃത്വത്തിൽ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഓയിലിന്റെ അംശമുണ്ടോ എന്നത് സംബന്ധിച്ച് പരിശോധനയിൽ കണ്ടെത്താനാകും. കേരള തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് MSC എൽസ 3 എന്ന ലൈബീരിയൻ കപ്പൽ ചരിഞ്ഞത്. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരെയും നാവികസേന രക്ഷിച്ചിരുന്നു. കപ്പലിൽ നിന്നും കടലിലേക്ക് വീണ കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതിനാൽ തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. തീരത്ത് അസാധാരണമായി എന്തെങ്കിലും കണ്ടാൽ അതിൽ തുടരുതെന്നും 112ലേക്ക് വിളിച്ച് ഉടൻ തന്നെ വിവരം അറിയിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിരുന്നു. മറൈൻ ഗ്യാസ് ഓയിൽ, വെരി ലോ സൾഫർ ഫ്യൂവൽ എന്നിവയാണ് കണ്ടെയ്നറുകളിൽ ഉള്ളതെന്നാണ് വിവരം. വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കടൽക്ഷോഭം മൂലം കപ്പൽ ആടിയുലഞ്ഞ് കണ്ടെയ്നറുകൾ തെന്നിയതാകാം അപകട കാരണമെന്നാണ് റിപ്പോർട്ട്. അതേസമയം കണ്ടെയ്നർ നമ്പർ പരിശോധിച്ചാൽ കണ്ടെയ്നറിൽ എന്താണുള്ളതെന്ന് വ്യക്തമാകുമെന്ന് കസ്റ്റംസ് ഇൻസ്പെക്ടർ അറിയിച്ചു. വലിയ കണ്ടെയ്നറുകൾ മാത്രമല്ല, ചെറിയ ബോക്സുകളും ഒഴുകിവരും. അവയും പൊതുജനങ്ങൾ തുടരുതെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബോക്സുകളിലെയും വസ്തുക്കൾ എന്താണെന്ന് അറിയില്ല. സംഭവം നടന്നതോടെ കേന്ദ്ര സംഘം കേരളത്തിലേക്ക് വരും. ഒപ്പം തന്നെ കപ്പലിന്റെ വിദഗ്ധ സംഘവും കേരളത്തിലെത്തും. കസ്റ്റംസ് അധികൃതർ എത്തി പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും കണ്ടെയ്നറുകൾ മാറ്റുക.